NCP അധ്യക്ഷനും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അജിത് പവാർ ഉൾപ്പെടെ 6 പേർ സഞ്ചരിച്ചിരുന്ന പ്രൈവറ്റ് ജെറ്റ് ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുന്നതിനിടെ തകരുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 6 പേരും മരിച്ചു. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിച്ചു. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 18 ദിവസം നീണ്ട ജയിൽവാസത്തിന് ശേഷം രാഹുൽ ജയിൽ മോചിതനായി. മാവേലിക്കര സബ് ജയിലിലായിരുന്നു രാഹുലിനെ പാർപ്പിച്ചിരുന്നത്. വീട്ടുജോലിക്കെത്തിയ ദമ്പതികൾ 18 കോടി രൂപയുടെ സ്വർണവും പണവും കവർന്ന് മുങ്ങി. ബംഗളൂരുവിലാണ് സംഭവം. നഗരത്തിലെ പ്രമുഖ ബിൽഡറായ ശ്രീമന്ത് എസ് അർജുന്റെ വീട്ടിൽ ജോലിക്കെത്തിയ നേപ്പാൾ സ്വദേശികളായ ദിനേശ് കമല ദമ്പതികളാണ് വൻ കവർച്ച നടത്തി മുങ്ങിയത്. 10 കിലോ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും മോഷണം പോയവയിൽ ഉൾപ്പെടുന്നു. അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ KM ഷാജിക്കെതിരായി ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് MV നികേഷ് കുമാർ സുപ്രീം കോടതിയിൽ. 2016 തിരഞ്ഞെടുപ്പ് ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ അപ്രസക്തമായെങ്കിലും 6 വർഷത്തെ അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നാണ് നികേഷിന്റെ ആവശ്യം. ഹർജിയിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും.